the Straight Line Spoken English Package. എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈറ്റ് ലൈൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഹൗ ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിലെ കാര്യങ്ങൾ എല്ലാവരും അതേപോലെ ചെയ്യണം എന്നൊന്നും ആരും പറയുന്നില്ല. അതിൽ കഴിയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം, അതൊക്കെ നോക്കാം. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഭാഷാ ഡെവലപ്മെൻറ്റിൽ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അത്രയേ പറഞ്ഞുള്ളൂ. ഏതായാലും അതൊക്കെ ഓരോരോ വഴികളാണ്. ആ വഴികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ തിരഞ്ഞെടുക്കാം. അത് അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വാക്കുകൾ വരുന്ന വഴികളെക്കുറിച്ചാണ്. വാക്കുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഏത് ഭാഷയിലും ഉണ്ടാകുന്നത് പലതരത്തിലാണ്. നമ്മൾ രണ്ട് വാക്കുകളെ കൂട്ടിവെച്ച് മൂന്നാമതൊരർത്ഥമുണ്ടാക്കുന്ന വാക്കുകൾ ഒരുപാട് മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ഉണ്ട്. അപ്പോൾ മലയാളത്തിലുള്ള അത്തരത്തിലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രത്യേക തരത്തിലുള്ള വിശേഷപ്പെട്ട അർത്ഥം തരുന്ന ഒരു വാക്കാണ് സർപ്പസാമീപ്യം. സർപ്പസാമീപ്യം, സർപ്പം എന്ന വാക്കും സാമീപ്യം എന്ന വാക്കും കൂടി ചേരുമ്പോൾ സർപ്പസാമീപ്യം ഉണ്ടാകുന്നു. സർപ്പസാമീപ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു സർപ്പത്തിൻ്റെ സാമീപ്യം നമ്മളെ എത്രത്തോളം വിഷമിപ്പിക്കുന്നു, പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു, അതുപോലെ ഒരു പ്രത്യേക അർത്ഥം കിട്ടാനാണ്. സർപ്പസൗന്ദര്യം എന്ന് നമുക്ക് പറയാം. സർപ്പവും സൗന്ദര്യവും രണ്ട് വാക്കുകളാണ്. അതിനെ ഒന്നായി ചേർത്ത് സർപ്പസൗന്ദര്യം എന്ന് പറയുമ്പോൾ ആരെയും വശീകരിക്കുന്ന സൗന്ദര്യം, ആരും ആ വശ്യതയിൽ പെട്ടുപോകുന്ന സൗന്ദര്യം, അങ്ങനെയുള്ള സൗന്ദര്യത്തിനാണ് സർപ്പസൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വാക്കുകൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഉണ്ടാക്കുമ്പോൾ അത് ചേർന്നിരിക്കണമെന്ന് മാത്രം. അതിൽ തന്നെ നമുക്ക് ചേരാത്ത വാക്കുകളുമുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ ഫിഗർ ഓഫ് സ്പീച്ച് എന്നാണ് അലങ്കാരങ്ങൾക്ക് പറയുക. ഓക്സിമെറോൺ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചിൽ രണ്ട് വാക്കുകൾ വിരുദ്ധമായിട്ട് വരുന്ന രണ്ട് വാക്കുകൾ. ഇപ്പോൾ ട്രബിൾഡ് പ്ലഷർ എന്ന് പറയും. ഇപ്പോൾ ഒരിക്കലും ഒരു പ്ലഷർ ഉള്ളിടത്ത് ട്രബിൾഡ് ഉണ്ടാവില്ല. അപ്പോൾ ട്രബിൾഡ് പ്ലഷർ എന്ന് പറയുന്ന ഒരു അങ്ങനത്തെയൊക്കെ വാക്കുകൾ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അല്ലാതെ നമുക്ക് ഒന്ന് നോക്കാം. ഏതായാലും നമുക്ക് കുറച്ച് മലയാളം വാക്കിലേക്ക് പോവുക, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളരിക്കയും പട്ടണവും കൂടി ഇപ്പോൾ എന്തായി? വെള്ളരിക്ക പട്ടണമായി. അപ്പോൾ വെള്ളരിക്ക പട്ടണത്തിൽ എന്താ വെച്ചാൽ നീതി നിയമങ്ങൾ ഇതൊന്നും നടക്കാത്ത ഒരു അവസ്ഥയുള്ളൊരു സ്ഥലത്താണ് ഇതെന്ത് വെള്ളരിക്ക പട്ടണം എന്നൊക്കെ ആൾക്കാർ ചോദിക്കണം. അപ്പോൾ വെള്ളരിക്ക പട്ടണം രണ്ട് വാക്കുകൾ കൂടിയാണ്. വെള്ളരിക്ക എന്നുള്ള അർത്ഥമല്ല, പട്ടണം എന്നുള്ള അർത്ഥമല്ല, വേറെ. ഇപ്പോൾ ഉർവശി ചമയുക. ഉർവശി ചമയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നാളൊരു പ്രോഗ്രാമിന് ആരോ ഒരു വന്ന് എന്തോ ഒരു ഇതൊക്കെ കാണിച്ചു എന്നുള്ള പോലെയല്ല. ഉർവശി ചമയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾ ഒരാവശ്യമില്ലാതെ എന്ന് വെച്ചാൽ അവനോന് ഇല്ലാത്തൊരിത് കാണിച്ചു കൂട്ടി ജാടയും പൊങ്ങച്ചവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണേനാണ് ഉർവശി ചമയുക എന്ന്. സർപ്പസൗന്ദര്യം. സർപ്പസൗന്ദര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെയും വശീകരിക്കുന്ന, ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിനാണ് സർപ്പസൗന്ദര്യം എന്ന് പറയണേ. അത് ഇനി മുട്ടുശാന്തി എന്ന് പറയും. അപ്പോൾ മുട്ടും ശാന്തിയും കൂടിയത്. അപ്പോൾ അതിലെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മൾ മേൽശാന്തി കീഴ്ശാന്തിയൊക്കെ ഉണ്ട്. മേൽശാന്തി എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു അവിടുത്തെ നിത്യനിദാന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ. കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ താഴത്തെ ചിലപ്പോൾ ചെറിയ അമ്പലങ്ങൾ ഉപദേവതമാരും അങ്ങനെയൊക്കെ ഉണ്ടാവും, അതിന് ചെയ്യണത് അല്ലെങ്കിൽ ഇയാൾക്ക് അസിസ്റ്റ് ചെയ്യാനുള്ളത്. മുട്ടുശാന്തി എന്ന് പറയുമ്പോൾ ഒരു അമ്പലത്തിൽ മേൽശാന്തിയും കീഴ്ശാന്തിയും ഒന്നും വരാത്തപ്പോൾ അവിടെ ശാന്തി മുട്ടാതിരിക്കാൻ വെച്ചാൽ ഈ അമ്പലത്തിലെ പൂജയും ബാക്കിയൊക്കെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി വന്ന് ശാന്തി ചെയ്യുന്ന ആളെയാണ് മുട്ടുശാന്തി പറയുന്നത്. രണ്ട് വാക്കുകൾ ആണ് ഇതിൽ കൂടി. അപ്പോൾ നമ്മൾ ഭയങ്കര തമാശയായിട്ടൊക്കെ പറയേണ്ടത് മുട്ടുശാന്തിക്ക് മൂലമന്ത്രം വേണ്ടാന്ന്. അപ്പോൾ സാധാരണ ഇങ്ങനെ മൂലമന്ത്രമൊക്കെ വേണം മുട്ടുശാന്തിക്കാവുമ്പോൾ, അതിൻ്റെ കൂടി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് മുട്ടുശാന്തി രണ്ട് വാക്കുകളാണ്. അതേപോലെ മഴനിലാവ്. മഴനിലാവ് എന്ന് പറയുമ്പോൾ മഴയും നിലാവുമായിട്ടൊന്നും ബന്ധമില്ല, വളരെ ക്ഷണികമായത് എന്നാണ് അർത്ഥം. അതിന് ചിലപ്പോൾ കാരണം മഴയും നിലാവും കൂടി നമുക്ക് കാണാൻ പറ്റിയ വളരെ കുറച്ച് നേരമാവും. അപ്പോൾ ഏതായാലും ആ ഒരു പ്രയോഗം അങ്ങനെയാണ്, അതിന് ക്ഷണികമായത് എന്നാണ് അർത്ഥം. മഴ നിലാവ് എന്ന രണ്ട് വാക്കുകൾ ചേർന്ന് ഉണ്ടായതാണ്. ഇനി അടുത്തത് അഞ്ചാന്തരം. അഞ്ചാന്തരം എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അഞ്ചാന്തരത്തിൽ പോയി എന്നല്ല. അഞ്ചാന്തരം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു അർത്ഥത്തിൽ വരുന്നത് വളരെ മോശപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇതാ സർപ്പസാമീപ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. സർപ്പസേവ. സർപ്പസേവ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർപ്പത്തിന് സേവ ചെയ്യുക നമ്മളെന്ന് പറഞ്ഞാൽ എന്നെങ്കിലും നമുക്ക് എന്ത് ഇപ്പോൾ ആനച്ചോറ് കൊലച്ചോറ് പറയില്ലേ, അപ്പോൾ അതേപോലെയാണ്. സർപ്പത്തിന് നമ്മൾ ദിവസവും പാലും ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടും. അപ്പോൾ ഇത് ശരിക്ക് സർപ്പം ഒരു ഉരകം അല്ലെങ്കിൽ ഒരു മൃഗം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ സർപ്പത്തിന് കുറച്ചും കൂടിയും നമ്മളോട് നന്ദിയുണ്ടാവും. ഇത് സാധാരണ മനുഷ്യരെ ഉപമിച്ചാണ് പറയാറും. വളരെ വൃത്തികെട്ടവന് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവൻ തിരിച്ച് നമ്മളെ തന്നെ ആക്രമിക്കുകയോ നമ്മൾ തന്നെ അവൻ ചെയ്യുന്ന അപകടങ്ങളിൽ പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് എന്താ വെച്ചാൽ സർപ്പക്കാവ്. അത് നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പോഴും സർപ്പക്കാവുകളും അവിടെ സർപ്പപൂജയും അതേപോലെ വെള്ളരിയും ഒക്കെ പാമ്പിന് കൊടുക്കുന്ന അവസ്ഥകളും സർപ്പാരാധനയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതേപോലെ സർപ്പാരാധന. അപ്പോൾ ഇതെല്ലാം രണ്ട് വാക്കുകൾ കൂടിയിട്ടുണ്ടായതാണ്. എല്ലാം രണ്ട് വാക്കുകളാണ് കൂടിയിരിക്കണം.
അപ്പോൾ ഈ രണ്ട് വാക്കുകൾ കൂടി പദസമുച്ചയം അല്ലെങ്കിൽ പദങ്ങൾ ഉണ്ടാവുന്നത് എല്ലാ ഭാഷകളിലുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെ ഉണ്ടായ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം എടുത്ത് ആ ഒരു വാക്കിന് അനുബന്ധമായിട്ട് തന്നെ എത്ര വാക്കുകൾ കൂടിച്ചേർന്ന് വേറെ അർത്ഥങ്ങൾ തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ എടുക്കുന്നത് ഡെത്ത്, മരണം എന്നുള്ളതാണ്. മരണവുമായി കൂടിച്ചേർന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഇഷ്ടമല്ലാത്തത്, പ്രത്യേകിച്ചും കേരളീയർക്ക്. ഒന്ന്, നമ്മളെല്ലാവരും മരിക്കുമെങ്കിലും മരണം നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണെങ്കിലും മരണത്തെക്കുറിച്ച് പറയാൻ നമ്മളാരും ഇഷ്ടപ്പെടാറില്ല. രണ്ടാമത്, കേരളീയർ പറയാൻ വളരെ വൈമുഖ്യം കാണിക്കുന്നത് ലൈംഗികതയെക്കുറിച്ചാണത്രേ. ലൈംഗികതയെക്കുറിച്ച് നമ്മൾ പറയാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുറത്തേക്ക് നമ്മൾ ഒരുപാട് അപ്രിയം കാണിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും വന്ന് നമ്മളോടൊരു കഥ പറഞ്ഞാൽ നമ്മൾ ഓരോന്നും കേട്ട് ഇനി എന്താണ്ടായി എന്ന് വെച്ച് മുഴുവൻ വീണ്ടും ചോദിച്ച് മനസ്സിലാക്കുകയും അയാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും അയാൾ വളരെ മോശപ്പെട്ടവനാണെന്ന്. ഇങ്ങനെ ഒരു സങ്കുചിതമായ കപടമായ സദാചാരബോധം നമുക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതെങ്ങനെയോ ആവട്ടെ. അപ്പോൾ ഏതായാലും മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. മരണത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഫ്രാൻസിസ് ബേക്കണൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, കുട്ടികൾ ഇരുട്ടിലേക്ക് പോകാൻ ഭയപ്പെടുന്ന പോലെ നമ്മൾ മരണത്തെ ഭയപ്പെടുന്നതാണ്. മെൻ ഫിയർ ഡെത്ത് ആസ് ദ ചിൽഡ്രൻ ഗോ ടു ഡാർക്ക്നെസ് എന്ന് സാധാരണ പറയും. മരണം വളരെ നാച്ചുറലാണ്. അതേപോലെ നാച്ചുറലാണ് ജനനം പോലെ തന്നെ നാച്ചുറലാണ് മരണവും. അപ്പോൾ അതുപോലെ തന്നെ ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് വെരി പെയിൻഫുൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഡെത്ത് ഈസ് നോട്ട് പെയിൻഫുൾ ബട്ട് ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് വെരി പെയിൻഫുൾ. മരണം വേദനാജനകമല്ല, നേരെ മറിച്ച് മരണഭീതി വളരെ വേദനാജനകമാണ്. അപ്പോൾ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഒരുപാടുണ്ട്. മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ചലുമായി വന്നെത്തുമ്പോൾ എന്നുള്ള പാട്ടുകൾ. അതേപോലെ തന്നെ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ എന്ന് പറയുന്ന. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മരണം എന്നുള്ളൊരു വാക്ക് വെച്ച് നമുക്ക് എത്ര വാക്കുകൾ കിട്ടും, അതിനോട് എന്തൊക്കെ ചേർക്കുന്നു, ആ ചേർക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാണോ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഒരു മരണം എന്നുള്ള വാക്ക് തന്നെ വെച്ചിട്ട് ഇത് കുറച്ചേ ഉള്ളൂ, ഇതിലും കൂടുതലുണ്ടാവാം. ഇംഗ്ലീഷിൽ ഇത്രയും വാക്കുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓരോ വാക്കുകളെയും കമ്പൈൻ ചെയ്ത് എത്ര വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഏതായാലും നമുക്ക് അതൊന്ന് നോക്കുക. അതൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് പോവാം. അപ്പോൾ ഈ ഡെഡ് എന്നുള്ള വാക്ക് വെച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. ചില വിശ്വാസങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നവരിപ്പോൾ പോത്തിൻ്റെ പുറത്താണ് കാലൻ വരിക, കാലൻ കയറുമായിട്ട് വരുന്നതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എന്നും ഓടിയെത്തുന്നതാണ്. അപ്പോൾ അത് ഏതായാലും ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അങ്ങനെ ഇട്ടാൽ നമുക്ക് എത്ര വാക്കുകൾ ഇതിനോട് ചേർത്തി എഴുതാൻ പറ്റുമെന്നും കൂടി നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ഡെഡ് ആൻഡ് ബറീഡ് എന്ന് വെച്ചാൽ മരിച്ചു കുഴിച്ചിടുക എന്നല്ല അർത്ഥം. അപ്പോൾ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നും. നമുക്ക് സാധാരണ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ പണ്ടത്തെ സിനിമ നോക്കുകയാണെങ്കിൽ നമുക്ക് നസീറും ഉണ്ടാവും, KP ഉമറും ഉണ്ടാവും. രണ്ടാളും ഭയങ്കര ശത്രുക്കളാവും. അവരുടെ ശത്രുത ചിലപ്പോൾ തലമുറകളോളം നീണ്ടു നിൽക്കുന്നതാവും. ഇയാൾ പിന്നെ അച്ഛനും ചിലപ്പോൾ ഡബിൾ റോളൊക്കെ ആവും. അച്ഛനും മകനും കൂടി പിന്നെ രണ്ടാമതും ആ പാരമ്പര്യത്തിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികാരം വീണ്ടും തീർക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഏതായാലും നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ അത് മരിച്ചു പോയി, കുഴിച്ചിടും കഴിഞ്ഞു, പിന്നെ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ള പോലത്തെ ഒരിതാണ് ഡെഡ് ആൻഡ് ബറീഡ് എന്നുള്ളത്. നമ്മൾ കാലങ്ങൾ കഴിഞ്ഞു, നമ്മൾ പ്രതികാരവും ബാക്കിയെല്ലാം അവസാനിപ്പിച്ച് നമുക്കതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ലെറ്റ് ഇറ്റ് ലേ എന്ന് പറയില്ലേ, ലെറ്റ് ഇറ്റ് ബി ഗോ എന്ന് പറയില്ലേ. അപ്പോൾ അതേപോലെ അത് പോകട്ടെ, അതിനെയൊന്നും കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് ഡെഡ് ആൻഡ് ബറീഡ് എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ അതേപോലെ ഡെഡ് ബീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ബീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തല്ലുക എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പഴച്ചു, അർത്ഥങ്ങളുടെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു. അപ്പോൾ ഡെഡ് ബീറ്റ് എന്ന് പറഞ്ഞാൽ റിയലി ടയേർഡ് എന്നാണ്. അപ്പോൾ ഒരാൾ കുറേ ഒക്കെ ബുദ്ധിമുട്ടി വന്ന് നേരത്തെ ഞാൻ കിടന്നുറങ്ങുകയാണ്, കാരണം ഞാൻ എന്താ വെച്ചാൽ ഐ ആം ഡെഡ് ബീറ്റ്, ഞാൻ വളരെ തളർന്നിട്ടാണ് വന്നിരിക്കുന്നത്, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്യണ ഒരവസ്ഥ. അപ്പോൾ സാധാരണ അങ്ങനെയൊക്കെ ഉണ്ടാവുക എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ TV കാണാറുണ്ട് കാടൊക്കെ ഒരുപാട് കത്തിയത് ചില രാജ്യങ്ങളിൽ. കാടൊക്കെ കത്തി അവിടെ ഫയർഫോഴ്സുകാരൊക്കെ എന്ത് ചോദിച്ചാൽ അവർ ദിവസങ്ങളോളം കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. അങ്ങനെ കഠിന പ്രയത്നം 3 ദിവസം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ഡ്യൂട്ടിയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്റ്റൂളും പോലും ഉണ്ടാവില്ല, അവിടെ ഇരുന്നിട്ടാവും കഴിക്കണം. അങ്ങനെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഐ എം ടോട്ടലി ടയേർഡ്, ഐ ആം ഡെഡ് ബീറ്റ്, എനിക്കൊരു ഒട്ടും ശക്തിയില്ല, ഞാൻ കിടന്നുറങ്ങട്ടെ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള പോലെ. അതേപോലെ തന്നെ ഡെഡ് ഡക്ക് എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ, അപ്പോൾ ഡെഡിൻ്റെയും അർത്ഥം അറിയാമെങ്കിൽ നമ്മൾ ഉടനടി എന്ത് പറയും, താറാവ് ചത്തു പറയും. താറാവോ നമ്മുടെ ഇവിടെ ആലപ്പുഴയിലൊക്കെ താറാവിനൊന്നിച്ച് പക്ഷി
രോഗങ്ങളൊക്കെ വന്ന് നമ്മൾ കുറെണ്ണത്തിനെ ജീവനോടെ ഇട്ടു, കുറെണ്ണത്തിനെ കുഴിച്ചിട്ടു, അതൊക്കെ ഉണ്ടായി. അപ്പോൾ അതേപോലത്തെ ഒന്നുമല്ല ഇതെന്താ വെച്ചാൽ ഇംപ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനാണ് പറയുന്നത്. നമുക്ക് ഒട്ടും യാതൊരു തരത്തിലുള്ള പ്രായോഗികതയില്ലാത്ത പ്ലാൻ. അപ്പോൾ അങ്ങനത്തെ പ്ലാനുകളൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഭയങ്കര എലിയുടെ ശല്യമായിട്ട് എന്ത് ചെയ്തിട്ടും ഈ എലി പോകണില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ മുനിസിപ്പൽ അധികൃതരോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷണറോ ആരോ അതിൻ്റെ വലിയ ആൾ വെച്ചാൽ അവരെന്ത് ചെയ്യും? അവരവിടുന്ന് അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോകും. ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് അവിടുന്ന് എങ്ങനെ എലിയെ പിടിക്കുക എന്ന് പഠിക്കും. അവിടെ പോയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവാക്കി അവരവിടെ താമസിച്ച് എങ്ങനെ എലിയെ പിടിക്കുക പഠിക്കും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്താവും? ഇവിടെ വരുമ്പോൾ ഈ എലിയൊന്നും പിടിക്കാൻ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്താ വെച്ചാൽ എങ്ങനെയാണ് അവരുടെ മറുപടി എഴുതുക? അവിടെയുള്ള എലിക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു, ഇവിടെയുള്ള എലിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ഇവിടുത്തെ എലിയെ ഇത് വെച്ച് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പ്ലാൻസ് ഉണ്ട് നമ്മുടെ. ഈ പ്ലാനുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വളരെ ഇംപ്രാക്ടിക്കലാണ്. ഒരു പ്രാക്ടിക്കബിലിറ്റി ഇല്ലാത്ത കുറേ പ്ലാൻസിൻ്റെ നാടാണ് നമ്മുടെ ഇന്ത്യ. അതൊന്നും ചിലത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ചിലത് വൈകും. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു പ്രാക്ടിക്കബിലിറ്റി ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ റോഡ് ടാർ ചെയ്ത് പോയി അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ അപ്പോൾ വരും പൈപ്പിൻ്റെ കുത്തി പൊളിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് എന്താ വെച്ചാൽ അപ്പോൾ ഇങ്ങനത്തെ ഇംപ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനിനെയാണ് നമ്മൾ ഡെഡ് ഡക്ക് എന്ന് പറയുന്നത്. അതല്ലാണ്ട് താറാവ് ചത്തേനെയോ പക്ഷിപ്പനിയെ പറ്റിയോ ഒന്നുമല്ല. ഡെഡ് ഡക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇംപ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനാണ്. ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ കോർണർ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും അവസാനം. അപ്പോൾ ഈ ഏറ്റവും ഒരു അവസാനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവസാനം അങ്ങനെയൊന്നുമല്ല. ഇത് മിക്കവാറും ഇത് വേണമെങ്കിൽ നമുക്കൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടും എടുക്കാം. ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ ചില ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അതൊരു ഡെഡ് എൻഡ് ആവും നമ്മുടെ. കാരണം ഇപ്പോൾ കോഴി ഉണ്ടായേ മുട്ടയുണ്ടായേ ആദ്യം നമ്മൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് അതിൻ്റെ ഒരു ഡെഡ് എൻഡ് ഉണ്ട്. കാരണം നമുക്കൊരു ഉത്തരമില്ല, അത് അവസാനിക്കും. ഇപ്പോൾ നാളികേരാണോ ഉണ്ടായേ തെങ്ങാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒരു ഉത്തരമില്ല. അതിങ്ങനെ നമുക്ക് വെറുതെ ചോദിച്ചു പോവാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനം ആ ചോദ്യത്തിൽ തന്നെയാണ് ഉത്തരമില്ലാതെ. അപ്പോൾ അതുപോലെ ഉള്ള അവസാനങ്ങൾക്കാണ് നമുക്ക് ഡെഡ് എൻഡ് എന്ന് പറയുക. അവിടുന്ന് അങ്ങോട്ട് വേറെ ഒന്നുമില്ല, അങ്ങനെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് തന്നെ ഡെഡ് ഹീറ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ ഡെഡ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചൂടൊന്നുമായിട്ട് ബന്ധമില്ല. ഡെഡ് ഹീറ്റ് നമ്മൾ പറയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ഇലക്ഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇങ്ങനെ ലാസ്റ്റ് പെട്ടി ഇങ്ങനെ എടുത്ത് തുറന്ന്, ഇപ്പോൾ പെട്ടി എന്നല്ല കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മൾ തുറന്ന് പണ്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ രണ്ടാളും ഒപ്പത്തിനൊപ്പം ആര് ജയിക്കും ആര് തോൽക്കുന്നൊന്നും അറിയാതെ പോകുന്ന ഒരവസ്ഥ. പണ്ടത്തെ സിനിമയിലും ഇത് കാണാം. ഇപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും ജോസ് പ്രകാശാവും വില്ലൻ ഒരു വറുകൊള്ളി ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ടാവും. അയാൾ ജയഭാരതി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഒരു കാർ ചേസാണ്. അപ്പോൾ ഈ കാർ ചേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ എത്തില്ല, രണ്ടും ഇങ്ങനെ എത്താണ്ട് ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോയിട്ട് പോണൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇഞ്ചോടിഞ്ച് ആര് ജയിക്കും ആര് തോൽക്കുമെന്നറിയാത്ത ഒരവസ്ഥയാണ് ഡെഡ് ഹീറ്റ് എന്നുള്ളത്. നമ്മൾ പറയണേ ചൂടുമായിട്ട് അതിൻ്റെ ബന്ധമില്ല. ചിലപ്പോൾ സാധാരണ ഒരു ചൂടിലും ഒരു അഗ്നിപർവ്വതത്തിലും ചൂട് ഈ മത്സരങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷന് ഉണ്ടാവും. അതിനെയാണ് ഡെഡ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി അതന്നെ ഡെഡ് ഇൻ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തൊരു സാധനം. ഡെഡ് ഇൻ ദ വാട്ടർ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു എൻജിൻലെസ് ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഷിപ്പ്, ആ ഷിപ്പിൽ എഞ്ചിനൊന്നുമില്ലെങ്കിൽ അത് എങ്ങോട്ടാ പോവുക? ഇപ്പോൾ ഒഴുക്കുള്ളൊരു സ്ഥലമാണെങ്കിൽ ആ ഷിപ്പ് എന്ത് ചെയ്യും? ആ ഷിപ്പിനനുസരിച്ച് എങ്ങോട്ടാ വെച്ചാൽ ആ ഒഴുക്കിനനുസരിച്ച് ഷിപ്പ് പോകും. അപ്പോൾ അതേപോലെ എൻജിൻലെസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ലാത്തൊരിത്. അപ്പോൾ നമ്മുടെ ചില പദ്ധതികളെയൊക്കെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. യാതൊരു മൂവ്മെൻറ്റും ഇല്ല, അതൊരു ഡെഡ് ഇൻ ദ വാട്ടർ ആണെന്ന്. ഡെഡ് ഇൻ ദ വാട്ടർ പറഞ്ഞാൽ യാതൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചെറുതുരുത്തി തന്നെ ഒരു തടയണ ഉണ്ടായി. അപ്പോൾ ഒരു തടയണ പറഞ്ഞ് 14 കൊല്ലമായി ഏകദേശം എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും മുറവിളി കൂട്ടുന്നു, എല്ലാവരും ഇതാവുന്നു. പക്ഷേ ഒരനക്കവും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇലക്ഷൻ ആയാൽ എന്താ വെച്ചാൽ രണ്ടാൾക്കാർ ഒരു കൈക്കോട്ടും ഒരു വടിയൊക്കെ കൊണ്ട് ഇവിടെ പണിയാൻ വരും. മഴ വന്നാൽ വെള്ളം ഒക്കെ കൂടി ഒലിച്ചു പോകും. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10-14 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അതും എങ്ങനെയാണ്? ഒരു ഡെഡ് ഇൻ ദ വാട്ടർ, ഒരു എൻജിൻലെസ് ഷിപ്പാണ്. അതിൽ യാതൊന്നുമില്ല, അതിന് മൊമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഡെഡ് ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഡാർക്ക്നെസ് ഓഫ് നൈറ്റ്, ഏറ്റവും നൈറ്റിൻ്റെ പീക്ക് 12 മണി രാത്രിയൊക്കെ ഇല്ലേ, അർദ്ധരാത്രി എന്നൊക്കെ പറയണതാണ് ഡെഡ് നൈറ്റ്. ഡെഡ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാലും നമുക്ക് ബന്ധമുണ്ട് ഇതുമായിട്ട്. ഡെഡ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നൊന്നുമില്ല, നമ്മുടെ എയിം എന്ത് നമ്മൾ വിചാരിച്ചു വെച്ചാൽ അവിടേക്ക് തന്നെ നമുക്ക് എയിം ചെയ്യാനും അത് ടാർഗറ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് ഡെഡ് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പട്ടി എറിയണമെങ്കിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിയണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ ടാർഗറ്റിൽ നമുക്കൊരിതാണ്. അപ്പോൾ അതേപോലെ നമുക്ക്
അപ്പോൾ നമ്മൾ ശരിക്കും ഉന്നം വെച്ചോടത്തേക്ക് തന്നെ നമ്മൾ എത്തേണ്ടത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എയിം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഡെഡ് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരാളെ കൊല്ലുകയെന്നോ അതൊന്നുമായിട്ട് ഇതിന് ബന്ധമില്ല. The Straight Line Spoken English Package.